ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും എല്ലാ നന്മകളും ഉണ്ടാകണം. പിന്നെന്താ ഒന്നുകൂടെ വേണ്ടത്? ഭഗവത് കൃപ ഉണ്ടാവണം. അതെങ്ങനെയാ? നമുക്ക് ഭഗവത്ഗീത വായിക്കാം. അത് മനസ്സിലായി വരുമ്പോൾ, നമുക്ക് അറിയേണ്ടതിനെ അറിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈശ്വര കൃപയൊക്കെ വരും. അത് നമുക്ക് ഭഗവത്ഗീത അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ ഇപ്പോൾ ഒത്തിരി ദിവസമായി വായിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ 2-ാം അധ്യായത്തിൽ അവസാനം നമ്മൾ വായിച്ചത് നദി തലയാതിയിലെ ജലം. അതായത് ഒരു നദിയുടെ അറ്റം ആണല്ലോ ചെന്ന് സമുദ്രത്തിൽ കയറുന്നത്. അത് ആ തലയാതി എന്ന് പറയുന്നത് അതിൻ്റെ അറ്റം. തോട്ടിലെ ആറ്റിലെ എല്ലാം വെള്ളം ചെന്ന് സമുദ്രത്തിൽ കയറും. പക്ഷെ സമുദ്രം അറിയുന്നില്ല. എന്താ കാരണം? അത് നിറഞ്ഞ് എപ്പോഴും ഒരേ അവസ്ഥയിൽ നിൽക്കുക ഈ സമുദ്രം. അത് ഈ ജലം അവിടെ വല്ലതും ആണോ? അത് ചെന്ന് കയറുന്ന അത് അറിയുന്നതേ ഇല്ല. അതെന്താ അത് ഉദാഹരണം തന്നത്? ഒരു യഥാർത്ഥ ഒരു മുനി, ഒരു മുമുക്ഷു. ഇപ്പം നമ്മളൊരു വീട്ടിൽ, ഞാൻ അത് ഇന്നലെ പറഞ്ഞതാ അന്ന്, നമ്മൾ ഒരു കുടുംബം, അതിൽ ഒരാളും ഒരു മുനിയാണ്, ഈ ഒരു വിദ്വാനാ, ജ്ഞാനിയാണ്. പക്ഷേ അദ്ദേഹം ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെയൊക്കെ വധിച്ച് ഈശ്വരങ്കിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ച് ഉള്ളത്തിലേക്ക്, കാരണം ഉള്ളിലാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം, പുറമേ അല്ല. അദ്ദേഹവും ഒരു മുറിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും എല്ലാവരും അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പക്ഷെ അവരെല്ലാം ഈ ലോക വിഷയത്തിനെ പറ്റി സംസാരിച്ചും പറഞ്ഞും ചിരിച്ചും ടി വി കണ്ടും സീരിയൽ കണ്ടും പല പല കാര്യങ്ങൾ പറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ ഈ ജ്ഞാനിയായ അദ്ദേഹം കൂടെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ സമുദ്രത്തിൽ വെള്ളം ചെന്ന് കയറിയ സമുദ്രം അറിയാത്തതുപോലെ ഈ വിഷയങ്ങളൊന്നും അവരെന്താ പറഞ്ഞതെന്ന് ഈ മുനി അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടില്ല, ശ്രദ്ധയും ഇല്ല. എന്താ കാരണം? ഇന്ദ്രിയങ്ങളെ അടക്കിയ ആൾ എങ്ങനെ ശ്രദ്ധിക്കാനാ? എപ്പോഴും അയാളുടെ ഉള്ളിലെ അന്തരംഗം അയാൾക്കുള്ള മനസ്സിൽ എപ്പോഴും ആത്മാവിൽ ലയിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ ലോകത്തിലേക്കുള്ള യാതൊരു ശ്രദ്ധയും വരത്തില്ല. അതുകൊണ്ട് ഇതിന് ഉദാഹരണം തന്നെ അതാണ് ഒരു യഥാർത്ഥ മുനി. സമുദ്രത്തിൽ നദീ തടാകത്തിലെ വെള്ളം, തലയാതിയിലെ വെള്ളം, അത് കായലിലായാലും ഒടുക്കം ചെന്ന് എല്ലാത്തിൻ്റെ അവസാനം ചെന്ന് കയറുന്ന സമുദ്രത്തിലാണ്. അപ്പോൾ അത് തലയാതി എന്ന് പറയും. അറ്റത്തെ വെള്ളം എവിടെ നിന്ന് ഉത്ഭവിച്ചു ഒടുക്കം ചെന്ന് കയറുന്ന അപ്പോൾ ഈ സമുദ്രം എങ്ങനെ അറിയാത്തതുപോലെ നദിയിൽ നിന്നൊക്കെ അല്പം വെള്ളം കൊണ്ട് ഈ സമുദ്രം എങ്ങനെ അറിയാൻ? ആ നിറഞ്ഞ് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന സമുദ്രമല്ലേ, അതറിയത്തതേ ഇല്ല. അതുപോലെയാണ് ഈ ഒരു യഥാർത്ഥ മുനി. ഈ ലോക വിഷയത്തിലേക്ക് അവർ എന്തെല്ലാം ഇവിടെ തമാശയോ ചിരിക്കുകയോ പറയും, എന്തൊക്കെ ചെയ്താലും അദ്ദേഹം എപ്പോഴും എവിടെ ഇരിക്കുക? ഉള്ളിൽ പരമാത്മാവ് ലയിച്ചിരിക്കുന്ന വ്യക്തിക്ക് കണ്ണൊക്കെ തുറന്നിരിക്കും, ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എവിടെ ശ്രദ്ധ? ഭഗവാനിലേക്കുള്ള ആ ചിന്ത ഉള്ളിലേക്ക് തന്നെയാണ് നോട്ടം. പുറമേയുള്ള കാഴ്ച കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളെ അടക്കിയ ആളാണ്, മനസ്സും അടങ്ങി. അപ്പോൾ അദ്ദേഹം ഇതത് അറിയുന്നില്ല. അത് സമുദ്രത്തിനെ ഉപമിച്ചത് അങ്ങനെ. അതാണ് ഉപമ. ആ സമുദ്രം ഈ വെള്ളങ്ങളെല്ലാം ചെന്ന് കയറിയാലും ലോകത്തുള്ള വെള്ളം, മഴവെള്ളം മൊത്തം അവിടെ കയറുന്നു, നദിയിൽ കൂടെ ഒഴുകി ചെല്ലുന്നു. പക്ഷേ സമുദ്രമുണ്ടോ? അറിയുന്നു? ഒന്നും അറിയുന്നില്ല. അതുപോലെയാണ് ഒരു മുനി. ഈ ലോക വിഷയങ്ങൾ എന്തെല്ലാം അയാളുടെ കൺമുമ്പിൽ കിടന്ന് നൃത്തം ചേർന്ന് അയാൾ അതിൽ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതാണ് യഥാർത്ഥ ജ്ഞാനി. അത് നമ്മളൊടുക്കം വായിച്ചത്. അതും ഒരു ജ്ഞാനി എങ്ങനെ ആയിരിക്കണം? സകല ഇച്ഛകളെയും ഉപേക്ഷിക്കണം, യാതൊന്നും ഇച്ഛ ഇല്ലാത്തവനായിരിക്കണം, ഭോഗസാധനങ്ങൾ മമതയില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും. അത് സാധാരണ ഇപ്പം നമ്മളെല്ലാം കർമ്മങ്ങളും ചെയ്തെങ്കിൽ നമുക്ക് ജീവിതത്തിന് വയറ്റിന് ആഹാരം കൊടുക്കേണ്ട അങ്ങനെയുള്ള കർമ്മങ്ങൾ ആഗ്രഹം കൂടാതെ അന്നന്ന് എപ്പോഴെന്താ വന്ന് ചേരുന്നത് അത് അനുഭവിച്ചിങ്ങനെ പോകുന്നു. യാതൊന്നിലും ഇച്ഛയില്ലാത്തവനായി, ഭോഗ സാധനങ്ങൾ മമതയില്ലാത്തവനായി, അത് എൻ്റേതെന്നുള്ള ചിന്തയില്ലാതെ, എൻ്റെ കുഞ്ഞെന്നോ എൻ്റെ വീടെന്നോ അങ്ങനെയുള്ള മമതയില്ലാതെ, അഹങ്കാരമില്ലാത്തവനായി, പ്രാരബ്ധവശന ഭോഗങ്ങളെ അനുഭവിക്കണമെന്നാണ്. പ്രാരബ്ധം എത്രമാത്രം വാരി കൂനുകൂട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് അതിനെ ഒരു ഭഗവാനുള്ള സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ആഡംബരത്തിൽ കവിഞ്ഞെടുക്കത്തില്ല. നമുക്ക് എല്ലാം ഒരു പ്രാരബ്ധ അങ്ങനെ ജീവിക്കാൻ തോന്നും. അതാണ് എൻ്റെ സത്യം. നമുക്കങ്ങനെ വെറുതെ ആവശ്യങ്ങൾ നടന്നു പോകും. പക്ഷേ അനാവശ്യമായിട്ട് ധാരാളിച്ച് ചിലരൊക്കെ എന്തെങ്കിലും അങ്ങ് ആഡംബരമായിട്ട് എല്ലാ രീതിയിലും ആഹാരമായാലും വസ്ത്രമായാലും എല്ലാം അങ്ങനെയൊക്കെയാണല്ലോ. നമുക്ക് എല്ലാത്തിനും ഒരു മിതമുണ്ട്. അതെന്താ? ഈശ്വരനെ പിടിക്കുന്ന രീതി. ഈശ്വരൻ അങ്ങനെയാണ്. ഇത് തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ്. പക്ഷേ ഇത് വായിക്കുമ്പോഴായിരുന്നു അത് അങ്ങനെ എന്നെ ആക്കി തീർത്തതായിരിക്കും ദൈവം കഴിഞ്ഞ ജന്മമായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയത്. ഞാൻ എല്ലാം അങ്ങനെയാണ്. ആർക്കും കൊടുക്കാൻ എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്.
എന്നാൽ നന്നായി ധാരാളം ചെല്ലം മക്കളൊക്കെ വരുമ്പോൾ അതുപോലെ അവർക്കുള്ള ആവശ്യത്തിന് എല്ലാം അങ്ങനെ. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എല്ലാം എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു കൂടും. എനിക്ക് അങ്ങനെ ഒരു മനസ്സാണ്. അതുകൊണ്ട് പ്രാരബ്ധവശന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് എവിടെയെങ്കിലും സഞ്ചരിക്കുന്നുവോ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയാണ് ഒരു നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ മോക്ഷത്തിന് അർഹതയാണ് നമ്മൾ തന്നെ ചിന്തിച്ചാൽ. നമ്മൾ അങ്ങനെ ആണ് പിന്നെ എന്തിനാ സംശയിക്കുന്നത്? അങ്ങനെ ആണെങ്കിൽ അത് തന്നെയല്ലേ, അതല്ലേ നമുക്ക് ഇത് ഉറപ്പാണല്ലോ. ഈ ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞില്ലേ, അത് ഉറപ്പാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഉറയ്ക്കാൻ നമ്മൾ ജീവൻ മുക്തനാകുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ മുക്തനാകാം. ഒന്നിലും ആഗ്രഹം അന്നേരം എന്ത് കാണുന്നു അത് ചെയ്ത് കഴിഞ്ഞു അങ്ങ് ജീവിതം പോക്കുന്നു. ഇതെല്ലാം ഇതുപോലെ ധാരാളിക്കാതെ എല്ലാം നമുക്കുള്ള ആവശ്യത്തിനും അഹങ്കരിക്കാതെ ഇങ്ങനെ ഒന്ന് മുടിപ്പിച്ച് കളഞ്ഞുകൂടാ. എത്ര ഉണ്ടെങ്കിലും ചെടി വെറുതെ ഇട്ടങ്ങ് കളയും. അതൊക്കെ പാടില്ല. നമ്മൾ അറിയണം. ഇല്ലാത്തുള്ള ദുഃഖം അറിയുമ്പോൾ നമുക്ക് അത് നമ്മളെ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ളവരങ്ങനെ വരും. അഹങ്കരിക്കത്തില്ല. ഈശ്വരജ്ഞാനം ഈശ്വരനെ ഭയമുള്ളവരും അങ്ങനെ തന്നെയാണ്. അതാണ് നമ്മൾ അവിടുത്തെ വായിച്ചത്. അങ്ങനെയുള്ളവർ അങ്ങനെ മരണകാലത്തിൽ കൂടി ബ്രഹ്മനിഷ്ഠയിൽ കുറച്ച് സമയം മാത്രം ഇരുന്നാലും നമ്മൾ വയ്യാതെ ആയി പോയാലും നമ്മുടെ ആ ഒരു അല്പസമയം ചിന്തിക്കുമ്പോൾ നമുക്ക് ആ പരമാത്മാവിൻ്റെ ആ കൃപ, ആ ജ്ഞാനം, എന്താ പറയുക, ആ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ട് മരിക്കാം. അങ്ങനെ ആകുന്നൊരു വ്യക്തി. അതാണ് നമ്മളോടൊക്കെ വായിച്ചത്. നമുക്കിനി 3-ാം അധ്യായം ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. 3-ാം അധ്യായം കർമ്മയോഗം നമുക്ക് വായിച്ച് ഞാനും പഠിക്കാം, മക്കളും പഠിക്കാം. ഞാനിതങ്ങനെ വായിച്ചിട്ട് ഇതൊക്കെ വായിച്ചത് അതുപോലൊക്കെ തന്നെ പറയാം. അത്രയേ ഉള്ളൂ. അർജുന ഉവാച. അർജുനൻ പറയുന്നു 1-ാം അധ്യായം 1-ാം ശ്ലോകം 3-ാം അധ്യായം കർമ്മയോഗം എന്ന് അതിന് പറയാം. യായസി ചേൽ കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദ്ദന തൽ കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഭഗവാനെ, അല്ലയോ ജനാർദ്ദന, ഭഗവാനോട് പറയുന്നു കാരണം ഇദ്ദേഹത്തിന് തുടക്കമല്ലേ ഭഗവാനോട്. ഇതൊക്കെ നമുക്ക് തന്നെ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകത്തില്ല. അതുപോലെ അതിനു വേണ്ടിയാണല്ലോ അർജുനന് കൊടുക്കുന്ന ഉപദേശം. നമുക്ക് വേണ്ടിയാണല്ലോ ഭഗവാൻ ചെയ്യുന്നത്. ലോകത്തിനും എല്ലാവർക്കും വേണ്ടിയാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം പിടിയൊന്നും കിട്ടത്തില്ല. നമുക്കങ്ങനെ ആയി വരുമ്പോൾ നമ്മളതൊക്കെ മനസ്സിലാക്കും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പുസ്തകമൊക്കെ ഇരിപ്പോഴും നമ്മൾ അതൊന്നും ചിന്തിച്ച് അർത്ഥം അറിഞ്ഞൊന്നും മനസ്സിലാക്കും. കാരണം ഇങ്ങനെയൊന്നും പറയേണ്ടി ഇതൊന്നും ചിന്തിച്ചൊന്നും വായിച്ച് പഠിച്ചിട്ടില്ല ഞാൻ. ഇത് കിട്ടിയ സമയത്ത് 2 വട്ടം വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. അന്നേരം കിട്ടുന്ന ഒരു സന്തോഷവും ഒരു രുചിയും ഒക്കെ തന്നെയാണ്. ഇപ്പം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കി എടുത്ത് മനസ്സിലാക്കണം. വെറുതെ വായിച്ചു പോയാൽ എനിക്കറിയാം. ഇപ്പം അല്ലയോ ജനാർദ്ദന, കർമ്മത്തെക്കാൾ ജ്ഞാനം അധികം ശ്രേഷ്ഠമെന്നാണ് അങ്ങയുടെ മതം. എങ്കിൽ ഹേ കേശവ, എന്തിനു വേണ്ടി ഭയങ്കരമായ ഹിംസാത്മകമായ കർമ്മത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നത് വെച്ചാൽ എന്ത് മനസ്സിലാക്കാനാണ്? ഇതാണ് ഇതിൽ കിടക്കുന്ന സാരം. അത് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഞാൻ മനസ്സിലാക്കിയിട്ട് വേണം മക്കൾക്കും മനസ്സിലാക്കി തരാൻ. അപ്പോൾ ഇങ്ങനെ വായിച്ചാൽ എന്തെങ്കിലും മനസ്സിലാക്കും. അല്ലയോ ഭഗവാനെ, കർമ്മത്തേക്കാൾ ജ്ഞാനം അധികം ശ്രേഷ്ഠമെന്നാണ് അങ്ങയുടെ മതമെങ്കിൽ ഹേ കേശവ, എന്തിനു വേണ്ടി ഭയങ്കരമായ ഹിംസാത്മകമായ കർമ്മത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നു? അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഭഗവാൻ പറയുന്നില്ലേ കർമ്മം ചെയ്യണം, യുദ്ധം. ഇദ്ദേഹം യുദ്ധമാണല്ലോ അയാളുടെ കർമ്മം. ക്ഷത്രിയനല്ലേ. അത് ക്ഷത്രിയനായതുകൊണ്ടാണ് അതിൻ്റെ കർമ്മം യുദ്ധമായത്. പക്ഷേ അത് ഹിംസാത്മകമാണ്. അർജുനൊട്ടും അങ്ങോട്ട് താല്പര്യമില്ല. സ്വന്തവും ബന്ധവും ഒക്കെ അറിഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കുന്നത്, എന്തിനാ ഈ കർമ്മത്തേക്കാൾ ജ്ഞാനമാണ് അധികം ശ്രേഷ്ഠമെന്ന് ഭഗവാന്റെ അങ്ങനെയാണ് മതമെങ്കിൽ, അത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എന്നെക്കൊണ്ട് ഇത് ഹിംസാത്മകമായ ഈ ഘോരമായ അകൃത്യങ്ങളല്ലേ ഈ ഹിംസയൊക്കെ, യുദ്ധം, അതെന്നെക്കൊണ്ട് എന്തിനാ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നതെന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ അല്ലയോ ജനാർദ്ദന, കർമ്മത്തേക്കാൾ, അപ്പോൾ നമ്മൾ എത്ര ജ്ഞാനം, ഇപ്പം ഈ അറിവാണല്ലോ ജ്ഞാനം. നമ്മൾ ഭഗവത്ഗീത ഇതൊക്കെ വായിച്ചും ഭാഗവതം വായിച്ചും അറിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ സാരമാണ് നമ്മളെടുത്ത് ആത്മീയമായി നമ്മൾ ഉൾക്കൊണ്ട് അങ്ങനെ ആത്മജ്ഞാനിയായി തീരുന്നത്. അതാണ് ജ്ഞാനം, അറിവ്. ആ ജ്ഞാനയോഗം മതിയെങ്കിൽ പിന്നെ എന്തിനാ എന്നെക്കൊണ്ട് ഈ ഹിംസാത്മകമായ കർമ്മം ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ ആര് ജനിച്ചാലും അവർ കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ എത്രയൊക്കെ ഈ ജ്ഞാനം, ഈ ഗ്രന്ഥങ്ങളെല്ലാം കാണാപ്പാടം പഠിച്ച് അത് അറിഞ്ഞ് അതുപോലെ ആയി തീർന്നാൽ നമുക്ക് ആഹാരങ്ങൾ വയറ്റി പോകണ്ടേ, വിശക്കത്തില്ലയോ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാ ഒരു ജീവിതം നമുക്ക് ഒരാൾക്ക് തന്നെ ഒറ്റയ്ക്കായാലും നമുക്ക് ജോലിയില്ലേ, കർമ്മങ്ങളില്ലേ, എല്ലാം നമുക്ക് ആരും കൊണ്ട് തരുമോ? എല്ലാം നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ കർമ്മം ചെയ്യാൻ ജീവിക്കാനൊക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ കർമ്മയോഗം എന്നൂടെ പറയുന്നത്. നമുക്ക് ഇന്ന്
ഒന്നോ രണ്ടോ പേർക്ക് വലുതായിട്ടുള്ള കർമ്മം ചെയ്ത് ലോകത്ത് എന്തെല്ലാം കർമ്മം ചെയ്തിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് എനിക്ക് ഇപ്പം നല്ല എന്തെങ്കിലും ഒരു പണി അറിയാമെങ്കിൽ നമ്മളിപ്പോൾ കൃഷിയോ എന്തെങ്കിലും ആണെങ്കിൽ എത്രയോ പേര് കൃഷി ചെയ്ത് മറ്റുള്ളവർക്ക് വിറ്റാൽ അവരിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് വാങ്ങിച്ച് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് കൊടുത്ത് അങ്ങനെ പലതും ചെയ്തെങ്കിലല്ലേ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. അപ്പോൾ അരി തന്നെ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നത് എത്ര കൈമറിഞ്ഞിട്ടാണ് ആ അരി ഇവിടെ എത്തുന്ന ആഹാരം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓരോരോ കർമ്മങ്ങൾ ചെയ്യാതാണ്ട് ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകത്തില്ല. ഒരാൾ തന്നെ എന്ത് ചെയ്യാനാ? അപ്പോൾ പലരുടെ കൈമറിഞ്ഞാൽ വസ്ത്രമായാലും എത്ര കൈമറിഞ്ഞാൽ നമ്മളൊരു വസ്ത്രം ഉടുക്കുന്നത്, അത് നെയ്യുന്നതും അതിൻ്റെ നൂല് നോക്കുന്നതും എന്തെല്ലാം ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ അത് തയ്യക്കാരുകൾ തയ്പ്പിച്ച് എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മളതങ്ങനെ. അപ്പം നമുക്ക് കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് കർമ്മയോഗം ജ്ഞാനയോഗം ഉണ്ടെങ്കിലേ പറ്റും. പക്ഷെ കർമ്മം യോഗമാക്കി തന്നെ ചെയ്യണം. അതാണ് ജ്ഞാനം. കാരണം ഈ ജ്ഞാനയോഗം നമ്മൾ എങ്ങനെ അറിഞ്ഞ് പരമാത്മാവിൽ ചേരുന്ന അതുപോലെ തന്നെ കർമ്മവും അങ്ങനെ ചെയ്യാം. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനിൽ അർപ്പിക്കുകയും ഈശ്വരാർപ്പണമായി ചെയ്യുകയും ഫലേച്ഛ കൂടെ ചെയ്യുമ്പോൾ അതും ഒരു യോഗമാണ്, ചേർച്ചയാണ്, ഭഗവാനോടുള്ള ചേർച്ച. എല്ലാം ന്യായം നീതി ന്യായങ്ങളായിട്ട് കർമ്മങ്ങൾ ചെയ്യണം. എന്നുവെച്ചാൽ ഒരു കാപട്യമില്ലാതെ സത്യസന്ധമായി എല്ലാ കർമ്മങ്ങളും ചെയ്യുകയും ചെയ്യണം. ഭഗവാനിൽ തന്നെ അത് അർപ്പിക്കുകയും ഭഗവാനാണ് ചെയ്യുന്നുള്ള രീതിയിൽ അർപ്പിച്ച് ഫലം ആഗ്രഹിക്കുകയും ചെയ്യുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് തെളിഞ്ഞ് അത് ചെയ്യുമ്പോൾ അതും പ്രകാശിക്കും. ആ ഒരു കർമ്മത്തിന് പ്രകാശം ഉണ്ടാകും. കാരണം അതിൽ നല്ല ശുദ്ധതയുണ്ട്, വിശുദ്ധിയുണ്ട് കർമ്മത്തിന്. കാരണം ചിലർ ചെയ്യുന്ന ജോലി എന്താ, ഇപ്പം ഒരു കൃഷിക്ക് തന്നെ നമ്മളൊരാളെ ഇപ്പം മണ്ണ് ഈ കിളയിൽ വിളിച്ചു, അദ്ദേഹം ചിലപ്പം കൊത്തി താഴേക്ക് നന്നായിട്ട് കിളച്ച് മുറിക്കാതെ പറണ്ടി പോയാലും അത് മഹാദോഷമാണ്. പണ്ടെന്നുള്ള കിളയിലൊന്നും ഇപ്പം പണ്ടൊക്കെ ഒരു നല്ലൊരു കുന്താലിയുടെ അത്രയും അങ്ങ് താഴണം അങ്ങനെ കിളയ്ക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ വന്നകത്ത് കിളയ്ക്കുന്ന എന്തോ മണ്ടേ കൂടെ എന്തോ ഇല്ല പോച്ച കറച്ച് കണക്ക് ഒന്ന് ഇച്ചിരി കിളച്ചങ്ങ് പോകും. അതൊക്കെ എത്രമാത്രം ദുഷ്ടത്തരം. എന്നുള്ള ആൾക്കാർക്ക് ശക്തി ഇല്ല, അന്നത്തെ കണക്കൊന്നും ആരോഗ്യവും ഇല്ല. പക്ഷേ ശമ്പളം വാങ്ങിയത് നല്ല ശമ്പളം കൊടുക്കുകയാണ്. പക്ഷെ ചെയ്യുന്നത് എങ്ങനെയാണ്? പണ്ടൊക്കെ ഞങ്ങളുടെ കാലത്ത് 10 സെൻറ്റ് ഒരാൾ കളയും, ഇന്ന് 10 സെൻറ്റ് 4 പേര് കളച്ചാലും തീരത്തില്ല. അങ്ങനത്തെ കർമ്മം കള്ളത്തരമായി മാറി. അപ്പോൾ അതൊക്കെ അങ്ങനെ പാടില്ല. എല്ലാത്തിനും ഒരു മിതമുണ്ട്. ആ മിതത്തിൽ ചെയ്യുമ്പോൾ ആ കർമ്മത്തിനും വിശേഷതയുണ്ട്. അപ്പോൾ കർമ്മയോഗം എന്ന് പറയുന്നത് എന്താ? നമുക്കും അതിനകത്തൊരു ഭക്തി വേണം, കർമ്മം ശുദ്ധമായിരിക്കണം. അപ്പോൾ അത് യോഗമായി മാറും. അത് ഈശ്വരാർപ്പണമായി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് യോഗം ഈശ്വരനുള്ള ചേർച്ച കർമ്മത്തിൽ കൂടെയും വരാം. അതുകൊണ്ട് ഇവിടെ കർമ്മയോഗം നല്ലതാണ്. നമ്മൾ ജ്ഞാനയോഗം മാത്രമല്ല, നമ്മൾ കർമ്മം യോഗമായി പരമാത്മനെ അർപ്പിച്ചും ഈശ്വരാർപ്പണമായി ചെയ്ത് ഫലേച്ഛ കൂടാതെയും ചെയ്യുമ്പോൾ ഫല ഇച്ഛ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം നമുക്ക് ഇന്നത് കിട്ടും എന്നുള്ള ചിന്തയോട് ചെയ്യരുതെന്നുള്ളതേ ഉള്ളൂ. നേരെ തരുന്നതൊക്കെ നമുക്ക് വാങ്ങിക്കാതിരുന്നാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പിണങ്ങിയും അത് ഇത്ര കുറഞ്ഞു കൂടി ഇന്നൊക്കെ ഉള്ള ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ആർത്തി പിടിക്കുക, അതൊന്നും പാടില്ല. നമുക്ക് ഫലവത്തായത് നമുക്ക് വാങ്ങിക്കാം. അങ്ങനെ അതാണ് അത് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഇത്രയും ചോദിക്കുന്നത്, ഇത്രയും ഭയങ്കരമായ ഹിംസാത്മകമായ കർമ്മത്തിൽ എന്നെ എന്തിനാ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? ജ്ഞാനയോഗം മതിയല്ലോ, എന്തിനാ കർമ്മയോഗം എന്ന് വെച്ചാൽ രണ്ടും കൂടെ എന്തിനാ എന്നുള്ളതാണ് ഭഗവാനോട് ചോദിക്കുന്നത്. കർമ്മത്തെക്കാൾ ജ്ഞാനം അധികം. അപ്പം ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ജ്ഞാനയോഗമാണെങ്കിൽ, അതാണ് ശ്രേഷ്ഠമെങ്കിൽ ഭഗവാൻ എന്തിനാ ഇത് എന്നെക്കൊണ്ട് ഈ കേശവ എന്തിനു വേണ്ടി ഈ ഭയങ്കരമായ ഹിംസാത്മകമായ ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതൊക്കെ ആണല്ലോ. അതുകൊണ്ട് പറയും സ്വന്തം ബന്ധമൊക്കെ ആകുമ്പോൾ അദ്ദേഹത്തിന് അത് മടുപ്പാണ്, ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് അന്യവരാണെങ്കിൽ പിന്നെ ഒന്ന് നോക്കിയാൽ ഇതെന്തോ നോക്കിയാൽ എല്ലാം മമത. അപ്പോൾ അങ്ങനെ എന്തിനാ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന ഈ ഘോരമായ കർമ്മം, ഹിംസാത്മകമായ ഈ കർമ്മത്തിൽ എന്നെ എന്തിനാ പ്രേരിപ്പിക്കുന്നതെന്നാണ് ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ അപ്പോൾ രണ്ടാമത്തെ നമുക്ക് നോക്കാം എന്താണ്. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹം ആപ്നുയാം. അതിൻ്റെ അർത്ഥം പാലും വെള്ളവും രണ്ടും രണ്ടാണേ, കൂട്ടിച്ചേർത്തതുപോലെ. അപ്പോൾ പാലിൻ്റെ കൂടെ വെള്ളം ചേർത്ത് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ പാലും ചേർത്താൽ അത് മിശ്രം എന്ന് പറയും. രണ്ടും കൂടെ ആയതുകൊണ്ട് അത് വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മിശ്രഭുക്കെന്ന് പറയും നമ്മൾ മാംസാഹാരവും സസ്യാഹാരവും അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് കഴിക്കുന്നവർക്ക്. ഇന്ന് സാധാരണ എല്ലാവരും മത്സ്യാഹാരമൊക്കെ സസ്യം കൂടെ കഴിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് മിശ്രഭുക്കെന്ന് പേരാണ്. മാംസം മാത്രം കഴിക്കുന്നവരെ മാംസഭുക്കെന്ന് മാത്രം പറയും. സസ്യവും മാംസവും കൂടെ കഴിച്ചാൽ അവരെ മിശ്രഭുക്കെന്ന് പറയും. അതേസമയം സസ്യാഹാരം മാത്രം കഴിച്ചാൽ സസ്യഭുക്കെന്നും പറയും. അപ്പം ഇവിടെ എന്താ മിശ്രം, രണ്ടും കൂടെ പാലും വെള്ളവും. അപ്പോൾ പാലും വെള്ളം കൂടെ ആവാൻ മിശ്രമായി അവിടെ ചേർന്ന്. അപ്പോൾ അങ്ങനെ കൂട്ടിച്ചേർത്തതുപോലെ എന്താ അങ്ങനെ പറയാൻ കാരണം?
ജ്ഞാനയോഗം കർമ്മയോഗം കൂടെ ചേർക്കുന്നു. ഏതെങ്കിലും ഒന്ന് പോരെ. ഒന്നീ പാല് പോരെ മോക്ഷത്തിന് മതിയെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം മോക്ഷം കിട്ടണമെങ്കിൽ വെള്ളം മാത്രം പോരെ എന്നത്. അതായത് പാലും വെള്ളവും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ എന്തിനാ മോക്ഷമാർഗത്തിന് ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ പിന്നെ എന്തിനാ ഇത് രണ്ടും കൂടെ, ഈ കർമ്മയോഗവും ജ്ഞാനയോഗവും കൂടെ എന്തിനാ ഭഗവാനെ കേശവ? രണ്ടും കൂടെ ഏതെങ്കിലും ഒന്ന് എനിക്ക് വേണ്ടുന്ന ഏതാണ് പ്രധാനമായിട്ട് മോക്ഷത്തിന് നല്ലത്, അത് ഏതെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞതാ. രണ്ടും കൂടെ എന്തിനാന്നാ ചോദിക്കുന്നത്. പാലും വെള്ളം കൂടെ കൂട്ടി ചേർക്കുന്നത് പോലെ ജ്ഞാനയോഗം കർമ്മയോഗം കൂടെ ചേർക്കുന്നത് എന്തിനാ? പാല് മാത്രം പോരെ, അല്ലെങ്കിൽ വെള്ളം മാത്രം പോരെ? അതായത് ജ്ഞാനയോഗം മാത്രം പോരെ, എന്തിനാ കർമ്മയോഗം മാറ്റി വെച്ചാൽ അദ്ദേഹം യുദ്ധം ചെയ്യണ്ട. അതുകൊണ്ടാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ പാലും വെള്ളവും കൂട്ടി ചേർത്തതുപോലെ മിശ്രമായിരിക്കുന്നതും സംശയത്തെ വളർത്തുന്നതുമായ വാക്കുകളെ കൊണ്ട് എൻ്റെ ബുദ്ധിയെ മോഹിപ്പിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹത്തിന് അതൊരു വല്ലാത്ത വിഷമം. എൻ്റെ ബുദ്ധിയെ വല്ലാതാക്കുന്നു, മോഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു. എന്തുകൊണ്ട് യാതൊരു അനുഷ്ഠാനം കൊണ്ട് മോക്ഷത്തെ ഞാൻ പ്രാപിക്കുമോ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്താ, ജ്ഞാനം കൊണ്ടോ കർമ്മം കൊണ്ടോ ഏതെങ്കിലും ഒന്നുകൊണ്ട്. എന്തുകൊണ്ട് വെച്ചാൽ ഈ രണ്ടും ഉണ്ട്, ജ്ഞാനവും കർമ്മവും ഉണ്ട്. ഇതിൽ എന്തുകൊണ്ട് ഒരെണ്ണം കൊണ്ടെങ്കിലും ഒരനുഷ്ഠാനം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുമെങ്കിൽ പിന്നെ അതൊന്ന് പറഞ്ഞു തന്നാൽ പോരെ? രണ്ടും കൂടെ വേണോ? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജ്ഞാനം കൊണ്ടോ അതല്ലെങ്കിൽ കർമ്മം കൊണ്ടോ ഈ മോക്ഷത്തെ പ്രാപിക്കാമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് മതിയെങ്കിൽ പിന്നെ അതൊന്ന് പോരെ? ജ്ഞാനയോഗം മാത്രം പോരെ? അതാണ് ചോദിക്കുന്നത്. യാതൊരു അനുഷ്ഠാനം കൊണ്ട് മോക്ഷത്തെ ഞാൻ പ്രാപിക്കുമോ? ഏതെങ്കിലും ഒന്നുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടുമെങ്കിൽ അതൊന്നിനെ നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞതാ. ജ്ഞാനം മാത്രം മതിയെങ്കിൽ അത് മാത്രം പറഞ്ഞതാ. അതാ പറയുന്നത്. രണ്ടും കൂടെ എന്തിനാ? കാരണം അദ്ദേഹത്തിന് ജ്ഞാനയോഗം ഇഷ്ടപ്പെടുന്നുണ്ട്, കർമ്മയോഗം ഇഷ്ടപ്പെടാതെ എന്താ, യുദ്ധം ചെയ്യാൻ. അദ്ദേഹത്തിൻ്റെ കർമ്മം യുദ്ധമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ എല്ലാവരും എല്ലാ കർമ്മം, കാരണം പട്ടാളക്കാരനകത്ത് അവിടെ ജാതി മതമൊന്നും ഇല്ലാതെ തന്നെ സർവ്വപേരും ഇപ്പം യുദ്ധത്തിന് പോകുന്നു. അന്നത്തെ കാലത്ത് ക്ഷത്രിയർക്കാണ് അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് അർജുനനോട് യുദ്ധത്തിനെ പറ്റി പറയുന്നത്. നമ്മളോടാണ് ഭഗവാൻ ഉപദേശിച്ചതെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞു തന്നേനെ, എന്നുവെച്ചാൽ നമ്മളെ മറ്റെന്തെങ്കിലും തൊഴിലാണെങ്കിൽ. അപ്പോൾ ഇദ്ദേഹത്തിന് അത് കഴിയത്തില്ല. യുദ്ധത്തിന് ചെല്ലാൻ ഒരുങ്ങി നിന്നപ്പോഴാണല്ലോ ഈ വിഷമം വന്നത്. കാരണം എല്ലാം നോക്കിയപ്പോൾ എന്താ, എല്ലാ സ്വന്തവും ബന്ധവും സഹോദരങ്ങളും മുത്തച്ഛന്മാരും അല്ലെങ്കിൽ എന്താ പറയുക ഗുരുക്കന്മാരും അമ്മാവന്മാരും എല്ലാവരുമാണ്, മുത്തച്ഛനൊക്കെയാണ്. എങ്ങനെ ആ കർമ്മത്തിന് നിൽക്കും അദ്ദേഹം? അങ്ങനെ തളർന്ന് വീണ് ഇരുന്നപ്പോഴല്ലേ ഇതിനെപ്പറ്റി പറയുന്നത്. അതാണ് ഇവിടെ ഇദ്ദേഹത്തിന് വിഷമം. എന്തിനാ ഇങ്ങനെ രണ്ടും കൂടെ ചെയ്യുന്നത്? എനിക്ക് ഏതെങ്കിലും ഒന്ന് പറഞ്ഞതാ. ജ്ഞാനയോഗം പോരെ, അത് മോക്ഷം കിട്ടുന്നതാണെങ്കിൽ അത് പോരെ? അതാണ് പോകുന്നത്. അപ്പം അടുത്ത മൂന്നാമത്തെ, അതുകൊണ്ട് ഏതെങ്കിലും എനിക്ക് ഒന്നിനെ പറ്റി എനിക്ക് പറഞ്ഞതാ. മോക്ഷം ഒന്നുകൊണ്ട് കിട്ടുമെങ്കിൽ, ജ്ഞാനയോഗം കൊണ്ട് മനക്ക് എൻ്റെ കാര്യത്തിന് മോക്ഷം വരുമെങ്കിൽ എനിക്ക് അറിഞ്ഞ് പറഞ്ഞു തന്നാൽ പോരെ? അപ്പം മൂന്നാമത്തെ ശ്ലോകം. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ ലോകോസ്മിൻ ദ്വിവിധാനിഷ്ഠ പുരാ പ്രോക്താ മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഇത്രയും പറഞ്ഞ് അതിന് ഇത്രയും ചോദിച്ചപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ പറഞ്ഞു, ശ്രീ ഭഗവാൻ പറയുന്നു, അല്ലയോ പാപരഹിത. കാരണം വിഷമമുണ്ട് ഭഗവാന്. പാപമില്ലാത്ത, അതായത് പുണ്യം ഉള്ളവനെയാണ് പാപരഹിത, പാപമില്ലാത്തവനെ. നമ്മൾ ഭഗവാൻ ലോകനാഥനായ പരമാത്മാവ് എന്താ പറയുക, ബ്രഹ്മമല്ലേ, പരബ്രഹ്മമല്ലേ. പരബ്രഹ്മത്തിൻ്റെ ആ സ്വരൂപം എന്താ, ആത്മസ്വരൂപമല്ലേ. അത് നമ്മളെല്ലാവരും ആ സ്വരൂപമാണ്. അതുകൊണ്ട് പരമാത്മാവിന് പാപമില്ലാത്തൊരു നിഷ്കള ബ്രഹ്മമല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ പാപരഹിതന്മാരാണ്. അതുകൊണ്ടാണ് സംബോധന അങ്ങനെ ചെയ്യുന്നത്. അർജുനനോട് പറയുന്നു, പാപരഹിത അല്ലയോ, മുൻപ് ഞാൻ ഈ യോഗത്തിൽ അധികാരി ജനത്തിൽ സകല വേദാന്തങ്ങളെ കൊണ്ടും യാതൊന്നാണ് താല്പര്യേണ പ്രതിപാദിക്കപ്പെടുന്നത്, അതിനത്രേ സാഖ്യം, അത് നിർവിശേഷമായിരുന്ന പരബ്രഹ്മം എന്ന് വാദിക്കുന്നത്. അപ്പോൾ നമ്മൾ പരബ്രഹ്മത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ശ്രീകൃഷ്ണനായിട്ട് വന്നെങ്കിലും ഭഗവാൻ പരബ്രഹ്മമാണ്, ഭഗവാൻ കൃഷ്ണൻ. അപ്പോൾ ആ പരബ്രഹ്മം എന്ന് വദിക്കുന്നത്, ആ ബ്രഹ്മത്തെ ആത്മത്വനെ ആരറിയുന്നുവോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ പരമാത്മാവ് പരബ്രഹ്മമാണ്, ഈ കൃഷ്ണനും പരബ്രഹ്മമാണ്. നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മം തന്നെയാണ്, നമ്മളെല്ലാവരിലും അത് തന്നെയാണ്. അതാണ് ഭഗവാൻ എടുത്ത് പറഞ്ഞു കൊടുക്കുന്നപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പം അപ്പോൾ ഈ നിർവിശേഷമായിരുന്ന പരബ്രഹ്മം എന്ന് വധിക്കുന്നത്. അപ്പോൾ ഈ വേദാന്തങ്ങളെ കൊണ്ട്, സകല വേദാന്തങ്ങളെ കൊണ്ട് യാതൊന്നാണ് താല്പര്യേണ പ്രതിപാദിക്കപ്പെടുന്നത്, അതിനത്രേ സാഖ്യം, അതായത് നിർവിശേഷമായ പരബ്രഹ്മം എന്ന് പറയുന്നത് എന്ന് നമ്മൾ വധിക്കുന്നത്. ആ ബ്രഹ്മത്തെ, ആ പരബ്രഹ്മത്തെ ആത്മത്വേന
ആരാണ് ആത്മാവിൽ ആത്മചേതന അതിൻ്റെ അറിവനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. ആ പരബ്രഹ്മം പറഞ്ഞാൽ മതി, അത് അനുഭവിച്ചറിയണ്ടേ. ബ്രഹ്മം എന്നിങ്ങനെ ഇരിക്കുകയാണ്, അതിന് രൂപമുണ്ടോ അരൂപമാണോ അതോ അതിന് രുചിച്ചറിയുന്നതാണോ, അത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചങ്ങളിൽ അല്ല. പരബ്രഹ്മം എന്തോന്ന് ആരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലാതെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ബ്രഹ്മത്തെ ആത്മത്വേനെ ആരാണ് അത് അറിയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ എല്ലാം ബ്രഹ്മം ബ്രഹ്മം സർവ്വതും ബ്രഹ്മമയം. പക്ഷേ ഈ ബ്രഹ്മം എന്തുവാ, ബ്രഹ്മം എന്തോന്ന് ആർക്കറിയാം. പക്ഷെ നമ്മളതിനെ ആത്മത്വേനെ അതിനെ അറിഞ്ഞെടുക്കണം, അറിഞ്ഞ് നേടണം. അപ്പോഴാണ് നമ്മൾ ഇതാണ് ബ്രഹ്മം, ഇതൊരു ആനന്ദമാണ്, ഇതൊരു നിർവൃതിയാണ്, ഇതൊരു അനുഭൂതിയാണ്, ഇതൊരു പരമാനന്ദമാണെന്ന് അപ്പോൾ അറിഞ്ഞവനറിയാം അതാണെന്ന്. അതുവരെ ഇതിപ്പോൾ പറയുമ്പോൾ ഇങ്ങനെയല്ലേ പറയാൻ പറ്റുമോ, അറിഞ്ഞതുകൊണ്ട് നമുക്കറിയാം ഇന്നതാണെന്ന്. പക്ഷേ അറിയാത്തവരെങ്ങനെ അറിയാനാ. ഇപ്പോൾ അർജുനൻ ആദ്യമായിട്ട് കേൾക്കുന്നു, ഇപ്പോൾ എത്ര പേര് മക്കൾ ഇത് കേൾക്കുന്ന, അവർക്ക് എന്താ അറിയാൻ പറ്റും. അറിയാത്തതോടത്തോളം പറഞ്ഞു കേട്ടത് ഇപ്പോൾ പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾ അത് മനസ്സിലാക്കി വയ്ക്കും പഞ്ചസാരയ്ക്ക് മധുരം. അതുപോലെ ഞാനിപ്പോൾ അത് ആനന്ദമാണ്, ഈ ആനന്ദം അനുഭവിക്കുന്നവർക്ക് അത് എന്താണ് ആനന്ദത്തിൻ്റെ രുചിയെന്നും അത് അനുഭവിച്ചെങ്കിൽ ഒരു ആനന്ദം പലതിലും ആനന്ദമുണ്ട്. നമ്മളിപ്പോൾ നല്ലൊരു വസ്ത്രം എടുത്ത് കൊടുക്കുമ്പോൾ ഇത് കൊള്ളാം, എന്തൊരു ആനന്ദം എന്ന് നമ്മൾ പറയത്തില്ല. പക്ഷേ ഇത് ആ ആനന്ദമൊന്നും അല്ല. അതുകൊണ്ട് ആ ബ്രഹ്മത്തെ, ആ പരമാനന്ദത്തെ എന്നും നമുക്ക് പറയാം. അത് ബ്രഹ്മ ആനന്ദമായിട്ട് ഞാനത് പറയുന്ന ആ പരമാനന്ദത്തെ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തെ ആത്മത്വേന ആരറിയുന്നുവോ, ആരാണ് അതിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നുവോ അവരാണ് സാഖ്യന്മാർ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികൾ. അതിനാണ് അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ പറയും. ഞാൻ ബ്രഹ്മമാകുന്നു. അങ്ങനെ അറിഞ്ഞവന് പറയാം ഞാൻ ബ്രഹ്മമാകുന്നു. അപ്പം മനസ്സിലാക്കണം, ആ ബ്രഹ്മം അറിഞ്ഞവന് ആരാണിത് അറിയുന്നത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അല്ലാത്തൊരു ബ്രഹ്മം അറിയുന്നത് എങ്ങനെയാ, ഒരു കാരണവശാലും അറിയാൻ പറ്റത്തില്ല. ഈശ്വരൻ ആനന്ദമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതുപോലൊക്കെ കേട്ടും വായിച്ചും പഠിച്ചും വെക്കും, പക്ഷെ അനുഭവം വരണ്ടേ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ആ പരബ്രഹ്മത്തെ ആ ബ്രഹ്മത്തെ ആത്മത്വേന എന്താ, അതിൻ്റെതായ രീതിയിൽ ധ്യാനത്തിൽ കൂടിയും ഭജനയിൽ കൂടിയും അതിനെ എല്ലാ കാരണവശാലും നീതി ന്യായമായ സർവ്വതും ഒത്തുചേർന്ന് അനുഭവിച്ചറിയുന്നൊരു സാധനമാണ് അത്. വെറുതെ ധ്യാനം മാത്രം കൊണ്ടൊന്നും വരത്തില്ല. നമ്മുടെ പ്രവൃത്തിയും സർവ്വതും ഒത്തുചേർന്ന് വരണം. ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് കൂടെ കടന്ന് വരണം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത്രയും വർഷത്തെ ജീവിതത്തിൽ, ഈ 72ാമത്തെ വയസ്സ് ഇത്രയും വർഷം ജീവിതത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അനുഭവിച്ച് വന്നതും അതിൽ കൂടി നന്മകൾ കണ്ടെത്തുക, തിന്മകളെല്ലാം ഒഴിച്ച് ഇങ്ങനെ പല കാര്യത്തിൽ കൂടെ അറിഞ്ഞ് വരുന്നതാണ് ആത്മത്വന. അല്ല വെറുതെ ഒരു സ്ഥലത്തിൽ ധ്യാനിക്കുമ്പോൾ വിട്ട് കിട്ടുന്നൊരു കാര്യമല്ല. നമ്മുടെ ഉള്ള അങ്ങനെ വരണമെങ്കിൽ നമ്മൾ ആയിത്തീരുമ്പോഴേ അതിന് ഒരുപാട് കടമ്പകൾ കടന്നു വരണം. ഒന്നും രണ്ടും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിലെല്ലാം നീതിന്യായങ്ങളായിരിക്കണം. കാപട്യമില്ലാതെ എല്ലാം കൊണ്ടും ഒരു മനസ്സാ വാച കർമ്മ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നീതി ന്യായമായിരിക്കണം. ഒരു എറുമ്പിനെ പോലും നമ്മൾ ജോസിടാ, ഒന്നിനെയും കൊന്ന് തിന്നൂടാ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങി വരുമ്പോഴാണ് ധ്യാനിക്കുമ്പോൾ കിട്ടുന്നത്, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ആരാണോ ആ ബ്രഹ്മത്തെ ആത്മത്വേന ആരറിയുന്നുവോ അവർ സാഖ്യന്മാർ. അപ്പോൾ സാഖ്യന്മാരെന്ന് വെച്ചാൽ എന്താണ്, ആ ബ്രഹ്മത്തെ അറിയുന്നവരാണ് സാഖ്യന്മാർ, അല്ലെങ്കിൽ അതിന് ബ്രഹ്മജ്ഞാനികൾ. ജ്ഞാനികൾക്ക്, അതായത് മനഃശുദ്ധി വന്ന് ജ്ഞാനഭൂമിയെ ആരോഹണം ചെയ്തവർക്ക്. അപ്പോൾ മനഃശുദ്ധി വരുമ്പോൾ ഇത് എങ്ങനെ ആരോഹണം ചെയ്യുന്ന, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് 2ലേക്ക് കയറി മേലോട്ട് പോകുന്നത് പോലെ ആരോഹണം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് പോവുകയാണ്. കാരണം നമുക്കുള്ള അറിവ് മുമ്പോട്ട് പോകുന്നതിൻ്റെ അർത്ഥം. ആരോഹണം അവരോഹണം താഴേക്ക് വരുന്നത്. അതായത് 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് ജയിച്ചില്ലെങ്കിൽ ഒരറിവിൽ പിന്നെ UKG പിടിച്ചിരുത്തണം എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെ പോകും, പക്ഷെ ജയിച്ചില്ലെങ്കിൽ എന്തുവരും, ആ കുട്ടിയെ ഒന്നുകൂടെ 9ൽ പിടിച്ചിരുത്തി ഒന്നുകൂടെ പഠിപ്പിക്കാൻ പറയും. കാരണം താഴേക്ക് പോകും, കാരണം അറിവില്ല. 10ാം ക്ലാസ് ജയിക്കാനുള്ള യാതൊരു കഴിവുമില്ല. അതുപോലെ മുമ്പോട്ട് ആരോഹണ ക്രമത്തിൽ പോകുന്നവർക്ക് ജ്ഞാനയോഗേന യാതൊന്നുകൊണ്ട് ബ്രഹ്മവിത്ത് ബ്രഹ്മത്തോട് ഏകീകരിക്കപ്പെടുന്നുവോ അത് യോഗം. അപ്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് അതുവരെ നമ്മൾ ബ്രഹ്മവിത്തയാവുന്നുള്ളൂ. നമ്മളൊരു ബ്രഹ്മവിത്താണ്. നമ്മളിതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ വിത്തയാവുന്നുള്ളൂ. പക്ഷെ എന്ന് നമ്മൾ ആരോഹണം ചെയ്ത് അവിടെ എത്തിപ്പിടിക്കും, ആ പരബ്രഹ്മത്തെ എപ്പോഴാണ് ചേരുന്നത്, നമ്മൾ അതുവരെ ഇവിടെ ജീവാത്മാവ് അല്പമേ ഉള്ളൂ. അതായത് പരബ്രഹ്മം ഒരു സമുദ്രമാണെങ്കിൽ, സമുദ്രം എന്നല്ല അർത്ഥം, ആണെങ്കിൽ അത് സമുദ്രത്തിനാണ് നമുക്ക് ഇവിടെ വലുതായിട്ട് പറയാനുള്ള സമുദ്രമേ ഉള്ളൂ, അല്ല അതിൽ ചെറുതേ ഉള്ളൂ, ബാക്കിയല്ല. അപ്പോൾ സമുദ്രത്തിന് നമ്മൾ ബ്രഹ്മമാക്കി വെച്ചാൽ അതിന് ഒരു തുള്ളി വെള്ളം എത്ര ഉണ്ട്, അതാണ് നമ്മളെല്ലാം വസിക്കുന്ന ആത്മാവ്, അല്പമേ. അതിനാണ് ജീവാത്മാവെന്ന് പറയുന്നത്. അതാണ് വിത്തെന്ന് പറയുന്നത്. നമ്മളൊരു മകനോ മകളോ ആണ്. ഈ സമുദ്രം ഒരു മാതാവോ പിതാവോ ബ്രഹ്മം.
രക്ഷകർത്താവ്, പിതാവ്, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിത്ത് എന്ന് പറയുന്നത് ഒരു തുള്ളി വെള്ളം. അതാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മളെല്ലാം ബ്രഹ്മം തന്നെ, പക്ഷെ അതിൻ്റെ അല്പ വിത്തേ ഉള്ളൂ. ഈ വിത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആരോഹണം ചെയ്യണം, മേലോട്ട് കടന്ന് പിതാവായി മാറണം. എങ്ങനെ മാറണം? ആത്മത്തെ നമ്മൾ ധ്യാനം കൊണ്ടും ഒരുപാട് കടമ്പകൾ കടന്ന് എല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ നമുക്ക് ഈ ധ്യാനവും ആരാധനകളും ഭഗവാനുള്ള സൽപ്രവൃത്തികളും എല്ലാം ഒത്തിണങ്ങി വന്നാൽ മാത്രമേ, അതിന് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയാണ് വായിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നുണ്ട്. കാരണം പ്രാരബ്ധവശേന എന്നാണ് പറയുന്നത്. അല്ല ആഡംബരത്തിൽ കൂടി എല്ലാം എന്താ പറയുക, അത്ര രീതിയിൽ നിന്ന് നിഗളിക്കുകയല്ല വേണ്ടത്. എല്ലാത്തിലും നിന്ന് നമ്മൾ ഒതുങ്ങിക്കൂടി ഈശ്വരനെ അറിഞ്ഞ് ഒന്നിലും ആഗ്രഹമില്ലാതെ ഇച്ഛയില്ലാതെ എല്ലാം ത്യജിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചിട്ടുണ്ട്. ആ കടമ്പകളെല്ലാം കടന്ന് വരണം. എന്നിട്ടാണ് പിന്നെ ഇത് അടുത്ത പടിയായത്. അപ്പോൾ അങ്ങനെയെല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ മാത്രമാണ് ഈ വിത്തായിരിക്കുക നമ്മൾ ആ പിതാവിലോട്ട് ചേരണം, ആ സമുദ്രത്തിലോട്ട് ചെന്ന് ചേരണം. ഈ ഒരു തുള്ളി വെള്ളം ആ സമുദ്രത്തിൽ എപ്പോഴാണ് ചെന്ന് ചേരുന്നത്, ലയിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ ബ്രഹ്മമായി മാറുന്നത്. അപ്പോൾ നമുക്ക് അഹം ബ്രഹ്മാസ്മി ആവാം. അതുവരെ നമ്മൾ ബ്രഹ്മ ആയി മാറുന്നതിന് മുമ്പ് ഒരു മകളോ മകനോ ആവുക, അത്രേ ഉള്ളൂ. നമ്മൾ പിതാവിൻ്റെ സന്തതികളാണ്, എല്ലാവരും പിതാവിൻ്റെ സന്തതികളാണ്. കാരണം ഓരോ തുള്ളി നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു തുള്ളി ആ ജീവാത്മാവെന്ന് പറഞ്ഞാൽ ആ ജീവാത്മാവ് ആ പരബ്രഹ്മമൂർത്തിയായിട്ട് ലയിക്കുന്ന എന്നാണ്, എപ്പോഴാണ്, അതുവരെ നമുക്ക് ചേർച്ചയില്ല, യോഗം ആവത്തില്ല. യോഗത്തിലുള്ള കടമ്പകൾ കടക്കാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുക. അതിനെ നമ്മൾ പ്രാർത്ഥിച്ച് അതിനോട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പം ചേർച്ച വരും അപ്പോഴേ നമുക്ക് ഒന്നാവാൻ പറ്റും, ലയിക്കാൻ പറ്റും. പരമാത്മ ലയം എന്ന് പറയുന്നത് രണ്ടും കൂടെ ഈ ജീവാത്മാവ് ആ പിതാവായ ബ്രഹ്മത്തിൽ ലയിക്കണം, അത് ചേരണം. ആ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം എപ്പോൾ ചെന്ന് ചേരുന്നു അപ്പോഴാണ് അതിന് ഒരു ഉദാഹരണമാണത്. അല്ല നമ്മുടെ ഒരു വെള്ളമോ ആ സമുദ്രമോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഒരു തുള്ളി വെള്ളം സമുദ്രത്തെ മാറ്റി നമ്മളിൽ വന്നാൽ അതാണ് ജീവാത്മാവ്. അല്ലെങ്കിൽ നമുക്ക് സമുദ്രം മൊത്തം നമ്മൾ നിൽക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു വിത്ത്, എല്ലാ ലോകത്തിലുള്ള എല്ലാം ആ വിത്താണ്. അതുകൊണ്ടാണ് എല്ലാ സർവ്വ സൃഷ്ടികളും ബ്രഹ്മത്തിൻ്റെ എന്ന് പറയുന്നത്. ഈശ്വരൻ്റെ സൃഷ്ടികളല്ല, മക്കളാണ് ഏത് ജീവജാലങ്ങൾ. അപ്പോൾ അത് മനുഷ്യർക്ക് മാത്രമേ ലയിക്കാൻ പറ്റൂ. മറ്റു മൃഗങ്ങളെല്ലാം അതിൻ്റെയൊക്കെ അംശമാണെന്ന് പറഞ്ഞാലും എല്ലാം സൃഷ്ടികളും പിതാവായ ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്തൊരു കാര്യമാണല്ലോ. ഇത് മനുഷ്യർക്ക് മാത്രം പറഞ്ഞേക്കുന്നൊരു കാര്യമാണ്. അവരുടെ തലച്ചോറിൽ അങ്ങനെയൊക്കെ വച്ചേക്കുന്നത് ഈശ്വരൻ്റെ ഇതായിട്ടാണ്. അത് നമ്മൾ നേടിയെടുക്കുമ്പം ആ ഈശ്വരനോട് ചേരുക, ആ ബ്രഹ്മത്തോട് ആ പിതാവിലോട്ട് ലയിക്കുമ്പോഴാണ്, അതാണ് ഇവിടെ പറയുന്നത് മനഃശുദ്ധി. അപ്പോൾ ആ ബ്രഹ്മത്തെ ആത്മത്വനെ ആരറിയുന്നുവോ അവർ സാഖ്യന്മാർ, ബ്രഹ്മജ്ഞാനികൾ. ജ്ഞാനികൾക്ക് മനഃശുദ്ധി വന്ന് ജ്ഞാനഭൂമിയെ ആരോഹണം ചെയ്തവർക്ക്, അപ്പം മനസ്സിലാക്കണം, മനഃശുദ്ധി വരണം. ജ്ഞാനഭൂമി എന്ന് വെച്ചാൽ ഈ ജ്ഞാനമാകുന്നതിനെ നമ്മൾ മുന്നോട്ട് തപസ്സിൽ കൂടി ഇന്നത്തെ പടിയല്ല നാളെ, ഇന്ന് 1-ാം ക്ലാസ്സാണെങ്കിൽ 2-ാം ക്ലാസ്സിൽ, പിന്നെ 3-ാം ക്ലാസ്സിൽ, ഇങ്ങനെ പോയി എപ്പോൾ നമ്മൾ ലയിക്കും, ബ്രഹ്മത്തിൽ ലയിക്കുന്നു, അതുവരെ നമ്മൾ ഓരോ ക്ലാസ്സും കടന്ന് പഠിച്ച് പോവുകയാണ്. അതാണ് ആരോഹണം. ഒന്നിന്ന് മുകളിലോട്ട് പോകുന്നത് പോലെ ആരോഹണം ചെയ്തവർക്ക് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയൊന്നുമില്ല, ഞാൻ എൻ്റെ യുക്തി കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് മക്കളെ. കാരണം അനുഭവങ്ങൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് പറഞ്ഞിരുന്നു, ഇതാണ് എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ശരിയല്ലാതെ വരത്തില്ല, അനുഭവമാണല്ലോ ഗുരു. അതുകൊണ്ട് അങ്ങനെ ജ്ഞാനയോഗേന ഇതിൻ്റെ ഈ അറിവ് മുഖാന്തരം യാതൊന്നുകൊണ്ട് ബ്രഹ്മവിത്ത്, അത് നമ്മളെല്ലാവരും ബ്രഹ്മവിത്ത്. ഈ ബ്രഹ്മവിത്ത് എപ്പോഴാണ് ഈ ബ്രഹ്മത്തോട് ഏകീകരിക്കപ്പെടുന്നുവോ എന്നാണ് ഒന്നായി ചേരുന്നത്. നമ്മൾ ഒരു വിത്താണ്. ഈ വിത്തും അത് ഒരു മുളയ്ക്കുന്ന നമ്മളപ്പം മുളച്ചൊരു കുഞ്ഞായി മാറി. നമുക്ക് അറിവില്ലാത്തൊരു 90 വയസ്സൊക്കെ ആയാലും നമ്മൾ ഈ ജ്ഞാനം അതിൽ അവിടെ 1-ാം ക്ലാസ്സിലെ ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നത് അതുപോലെയേ ഉള്ളൂ. അറിവ് നേടുമ്പോഴേ നമ്മൾ അത് ചേരുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ പ്രായപൂർത്തിയായി വരുന്നത്. എങ്ങനെ? ആത്മജ്ഞാനത്തിൽ. നല്ല ശരീരം കൊണ്ട് നമ്മൾ വളരെ പ്രായം കൂടും. പക്ഷെ നമ്മളെ ബുദ്ധി ഇതൊന്നും അറിയാത്തത്തോളം നമ്മൾ അതിലെല്ലാം നമ്മൾ ചെറുതാണ്, കുട്ടികളാണ്. അതുകൊണ്ടാണ് അതിനെ വിത്തെന്ന് നമ്മൾ പറയുന്നത്. ഈ വിത്ത് അത് അങ്ങനെ മുന്നോട്ട് പഠിച്ച് ജ്ഞാനം നേടി ആ തത്വത്തിൽ എന്ന് ഉറയ്ക്കുന്നു, എന്ന് ലയിക്കുന്നു, എന്ന് ചേരുന്നു, യോഗിയായി തീരുന്നു, അതുവരെ നമ്മൾ വിത്തുകളാണ്. അപ്പോൾ ബ്രഹ്മത്തോട് ഏകീകരിക്കപ്പെടുന്നുവോ അതാണ് യോഗം, ചേർച്ച. ജ്ഞാനം തന്നെ യോഗമായത് ജ്ഞാനയോഗം. അപ്പം ജ്ഞാനം തന്നെയാണ് ചേർന്ന്. അപ്പം നമ്മൾ ഈ അറിവ് തന്നെ നമുക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് യോഗമായി തീരുകയില്ല. ഇതെല്ലാം നമ്മൾ പഠിച്ചു വയ്ക്കും. ഭാഗവതവും ഭഗവത്ഗീതയും ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടെങ്കിൽ ചേരണമെങ്കിൽ എന്ത് വേണം? അത് പ്രയത്നിക്കണം.
പ്രയത്നിച്ചാലും കിട്ടത്തില്ല. അത് അതിൻ്റെതായ വഴിയുണ്ട്. ആ വഴി എല്ലാ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും ഈശ്വരന് ഇഷ്ടമായ രീതിയിൽ തന്നെ വന്നു ചേർന്നെങ്കിൽ മാത്രമേ യോഗം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പേര് ധ്യാനിക്കാനിരിക്കും, കിട്ടത്തില്ല. എന്താ കാരണം? അവിടെ ഉള്ളം ശരിയാവുന്നില്ല. ഒരുപാട് ശുദ്ധി നേടാനുണ്ട്. ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ സർവ്വ അഴുക്കളെല്ലാം ഇറങ്ങി പോകണം. അത് നല്ല ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചും ഒക്കെ വേണം ഇതെല്ലാം ഒഴുകി. അതൊന്നും ഇല്ലാത്തവർക്ക് പാടില്ല. ഒരു ധ്യാനമൊക്കെ കിട്ടും. ഇതൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഇതൊക്കെ മുന്നേ കഴുകി കളയണ്ടേ. അതിന് നമ്മൾ ഒരുപാട് പ്രയത്നിക്കണ്ടേ. ഇതൊക്കെ കഴിഞ്ഞ ജന്മം ചെയ്ത് വെച്ചവർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. അല്ലാത്തവർക്ക് ഇത് ഒന്നേന്ന് എടുക്കുമ്പോൾ ഈ ജന്മമില്ലേ അടുത്ത ജന്മം എളുപ്പം കിട്ടും. അതുകൊണ്ട് ജ്ഞാനം തന്നെ യോഗമായതാണ് ജ്ഞാനയോഗം. അപ്പം അറിവ് എന്ന് അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ അത് എന്ന് ഈ ബ്രഹ്മത്തോട് ഈ ജീവാത്മാവ് ചേർന്ന് ലയിക്കുന്നതാണ് ജ്ഞാനയോഗം. അല്ലെങ്കിൽ അതുവരെ ജ്ഞാനമേ ആകുന്നുള്ളൂ, അറിവേ ആകുന്നുള്ളൂ. ചേർച്ച എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്. നമ്മൾ ഇതൊക്കെ പഠിച്ച് കാണാപ്പാഠം പഠിച്ച് ഇത് ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതാവാത്തത്തോളം കാലം നമ്മൾ എങ്ങനെ യോഗയായിത്തീരും? ഭഗവത്ഗീത പഠിച്ചുകൊണ്ട് യോഗിയാവൂ? ഒരിക്കലും യോഗമാവത്തില്ല. അത് നമ്മൾ പ്രവർത്തിച്ച് എടുത്ത് അത് കിട്ടുമ്പോഴാകുന്ന ആ ആനന്ദം അനുഭവിച്ച് എല്ലാം ഈശ്വരൻ്റെ ഈ സർവ്വതും നമ്മുടെ ഉള്ളിൽ അതായി അങ്ങ് മാറണം. അപ്പോൾ പിന്നെ അവിടെ പരമാത്മാ കൃഷ്ണൻ എന്ന് പറയുന്നത് നമുക്ക് എന്തായി മാറും? അത് ഇപ്പം നമുക്കറിയാം പരമാത്മാ കൃഷ്ണൻ പരബ്രഹ്മമാണെന്ന് നമ്മൾ കുറച്ചാണ്ട് ഇതൊക്കെ വായിക്കുന്നുണ്ട് അറിയാം. എല്ലാവർക്കും അത് ഉൾക്കൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നതെല്ലാം അങ്ങനെയാണ്. ഭഗവാൻ കൃഷ്ണൻ യഥാർത്ഥ ദേവകിയമ്മയുടെ ഒന്നും മകനല്ല, ഉള്ളം പരബ്രഹ്മമാണ്. അതുകൊണ്ട് അത് നമ്മൾ പഠിച്ചു. പക്ഷെ ആ ബ്രഹ്മം നമ്മളാകുമ്പോൾ പിന്നെ കൃഷ്ണനെ വേണോ നമുക്ക്? ഏത് കൃഷ്ണനെ? ശരീരമുള്ള കൃഷ്ണനെ? കൃഷ്ണൻ്റെ ഇരിക്കുന്ന ബ്രഹ്മം പോരെ നമുക്ക്? അത് നമ്മളിലായപ്പോൾ എന്നെ തന്നെ കണ്ടാൽ പോരെ എനിക്ക്? കൃഷ്ണനെ അവിടെ കാണണം. അതാണ് ആരോഹണം. ഉയർന്നുയർന്ന് മേലോട്ട് പോകുമ്പോൾ പിന്നെ നമ്മൾ തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ പിന്നെ നമുക്ക് കൃഷ്ണനെ കണ്ട് പ്രാർത്ഥിക്കണ്ട, നമുക്ക് നമ്മെ തന്നെ പ്രാർത്ഥിച്ചാൽ പോരെ? അവിടെ കൃഷ്ണൻ തന്നെ പറയുന്നു, ഞാൻ സർവ്വതും ഈ സൃഷ്ടികളെല്ലാം ആ ബ്രഹ്മം തന്നെ ഞാനും, അത് ഭഗവാൻ കൃഷ്ണനും. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനും, എനിക്കും പറയാം ഞാനും, ഞാൻ അങ്ങനെ ആയി തീർന്നാൽ എനിക്കും പറയാം ഞാനും. അപ്പോൾ ഭഗവാൻ അതായതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാനും എന്ന് ഭഗവാൻ പറഞ്ഞു. അത് ഈ ജ്ഞാനം തന്നെ യോഗമായത് ജ്ഞാനയോഗം. ഈ കാണുന്ന സകലവും അപ്പം മനസ്സിലാക്കുന്നത് അത് പറയുന്നു. ഈ കാണുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന സകലവും അത് പോയിട്ട് ഞാനും, ഭഗവാൻ കൃഷ്ണനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഭഗവാനും ബ്രഹ്മം തന്നെയാണ് എന്നിങ്ങനെ ബ്രഹ്മകാരാവൃത്തിയ. അപ്പോൾ ബ്രഹ്മാകാരം എന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മമാകുന്ന ഒരു ആകാരമുണ്ട്. ഇപ്പോൾ ഭഗവാൻ ഒരു ആകാരം ആയതുകൊണ്ട് നമ്മളെല്ലാം ആകാരമുണ്ട്, ശരീരമുണ്ട്. ആകാരം ബ്രഹ്മത്തിനതില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ബ്രഹ്മമുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തോടെ ചേർത്താണ് ബ്രഹ്മാകാര വൃത്തിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിങ്ങനെ ബ്രഹ്മാകാര വൃത്തിയ നിശ്ചലമായിട്ടുള്ള സ്ഥിതി ജ്ഞാനപരിഭാഗത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ധ്യാനാദി യോഗം കൊണ്ടും, അതായത് ജ്ഞാനപരിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കർമ്മം അത് പ്രയത്നിക്കണം. എന്തിനാ? ജ്ഞാന പരിഭാഗം വേണം. നമുക്ക് ഒരു പായസം നമ്മൾ വെക്കുന്നത്, അത് പാകമാകുന്നതിനുള്ള എന്ത് ചെയ്യണം? അത് കർമ്മമുണ്ട്. തീ കത്തിക്കണം, വെള്ളം അടുപ്പ് വെക്കണം, അരി കഴുകിയിടണം. അത് ഒരുവിധം ഒരു ശർക്കര ഇടേണ്ട ഒരു പരുവുണ്ട്. ഉള്ളരിമാര് അല്പം, എന്നിട്ട് ആ ശർക്കര തന്നെ വേണ്ടതിട്ട് അതിട്ട് ഇളക്കി കിണ്ടി ശർക്കരയുടെ ആ വെള്ളം മൊത്തം ഉള്ള വെള്ളമെല്ലാം വറ്റി അരിയിൽ ശർക്കര മൊത്തം അങ്ങ് പിടിക്കണം. അതുകൊണ്ട് വരട്ടി ആ മധുരം മൊത്തം അരിയിലങ്ങ് പിടിപ്പിച്ച് വരും. പിന്നെ പാല് 2-ാം പാലോ 3-ാം പാലൊക്കെ കാണുമല്ലോ. ഏറ്റവും അവസാനത്തെ പാല് 2-ാം പാലാണെങ്കിൽ അത്, 3-ാം പാലാണെങ്കിൽ അതൊക്കെ ആദ്യമേ അങ്ങോട്ട് ഒഴിച്ച് അതൊക്കെ ഇങ്ങനെ വറ്റിയിട്ട് കൊടുക്കാൻ വാങ്ങാറാകുമ്പോഴാണ് പിന്നെ ഇതിലെ പാല് 1-ാം പാലത്ത് ഒഴിക്കുന്നത്. അതുപോലെ കർമ്മങ്ങൾ ഇതെല്ലാം ചെയ്തു വരുമ്പോഴാണ് അത് പായസമായി മാറുന്നത്. അതുപോലെ ഇതിന് ഈ ജ്ഞാനത്തിന് എന്ത് വേണം? ബ്രഹ്മാകാര വൃത്തിയ നിശ്ചലമായിട്ടുള്ള സ്ഥിതി. ആ നിശ്ചലമുള്ള സ്ഥിതി നമുക്ക് വേണമെങ്കിൽ ജ്ഞാന പരിഭാഗത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ധ്യാനാദി യോഗം കൊണ്ടാണ്. ധ്യാനാദി യോഗം വെച്ചാൽ നമ്മൾ ഒരുപാട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഭക്തിപരമായുള്ള കാര്യങ്ങൾ ആരാധനകൾ എല്ലാം ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനം മാത്രമല്ല, പൂജയാവാം, ഭഗവാൻ എന്തൊക്കെ ചെയ്യാം ഈശ്വരനായിട്ട് കണ്ട്. കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാ? പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മമാണെന്ന് കണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ അവിടെ അത് ഈശ്വരൻ നാരായണൻ പരമാത്മാ പരബ്രഹ്മമാണെന്ന് മനസ്സ് സങ്കല്പിച്ചാൽ, അല്ലാതെ കൃഷ്ണൻ്റെ ദ്വാരകയിൽ ഉള്ള ഒരു ദേവകിയമ്മയുടെ മകൻ എന്നുള്ള ചിന്തയല്ല. അവിടെ പരബ്രഹ്മമൂർത്തിയായിട്ട് കണ്ട് ആ ഭഗവാന് വേണ്ടുന്ന പൂജകളെല്ലാം ചെയ്ത് അങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോൾ അതാണ് പാകപ്പെടുന്നത്. അപ്പം നമ്മൾ ജ്ഞാനപരിഭാഗം അത് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. വെറുതെ പോയി ഒന്നും അറിവില്ലാതെ നിന്ന് ധ്യാനിച്ചാൽ ഈ അറിവ് കിട്ടുമോ? പാകപ്പെടാൻ പറ്റുമോ? പായസമായി തീരണമെങ്കിൽ ഒരുപാട് കർമ്മം അതിൽ ചെയ്യാനുണ്ട്. ജോലി ചെയ്ത് അങ്ങനെ ആക്കുമ്പോഴാണ് യഥാർത്ഥ സുന്ദരമായ രുചിയായിട്ടുള്ള അത് നെയ്യൊക്കെ ചേർത്ത് വാങ്ങുമ്പോൾ നല്ല പാകം പിടിച്ചൊരു പായസമായി തീരും. അതുപോലെ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടുന്ന അറിവ് നമ്മളിങ്ങനെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ ആ നിശ്ചലമായിട്ടുള്ള സ്ഥിതിയാകണം. അപ്പോൾ ഇതിൽ
ഇന്ദ്രിയങ്ങളെ അടക്കുക, ഈ മനസ്സിനെ വധിക്കുക, ഇതെല്ലാം നമ്മൾ നിശ്ചലമായി തീരും. അപ്പോൾ നമ്മൾ നിശ്ചലം എന്ന് പറയുന്നത് എന്താ? ചലിക്കാത്തൊരു ബ്രഹ്മമായി മാറുക. ഈശ്വരൻ പരമാത്മാവ് ബ്രഹ്മത്തിന് ചലനമില്ല, അത് നിശ്ചലമാണ്. നമ്മളും അതുപോലെ ആവണം. നമ്മുടെ മനസ്സാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. ആ മനസ്സിനെ അടക്കിയല്ലാതെ നമ്മൾ നിശ്ചലമാവാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ എടുത്തിയാടി അവിടുത്തെ ഇതെന്നുള്ള ചിന്തയിൽ അങ്ങ് പോകും. എന്താ? മനസ്സിനെ അടക്കാത്തതുകൊണ്ട്. എന്ത് കണ്ടാലും എടുത്തിയാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വല്ലതൊക്കെ പറഞ്ഞും കേട്ടും കണ്ടെടുത്തും എല്ലാം പോയി മനസ്സ് എവിടേക്കോ പോകും. അതിനെ നിശ്ചലം, പരബ്രഹ്മം നിശ്ചലമാണ്. അതിനെ നമ്മൾ മനസ്സിനെ അടക്കുമ്പോഴാണ് വികാരങ്ങളില്ലാതെ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെയും വധിച്ച് അവിടെ നിർത്തുമ്പോൾ നമ്മൾ നിശ്ചലമായി ബ്രഹ്മമായി മാറാനുള്ള ഈ പരിഭാഗം ഇതെല്ലാം പാകപ്പെടുത്തണം. അതുകൊണ്ട് ഈ സ്ഥിതി നിശ്ചലമായിട്ടുള്ള ഈ ബ്രഹ്മാകാര വൃത്തിയ നിശ്ചലമായിട്ടുള്ള സ്ഥിതി, ആ സ്ഥിതി നമുക്ക് എത്തുന്നത് ജ്ഞാന പരിഭാഗത്തിന് വേണ്ടി ചെയ്യപ്പെടുന്ന ധ്യാനാദി യോഗം കൊണ്ടാണ്. യോഗം കൊണ്ടും കർമ്മം ചെയ്ത് നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം എന്തെല്ലാം കർമ്മം നമുക്ക് ഇതിനിടയ്ക്കുണ്ട്, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ ധ്യാനം മാത്രമല്ല, നമ്മൾ അന്നുള്ള വീട്ടുകളിലെ ജോലിയുണ്ട്, നമുക്ക് ജോലിക്ക് പോവാതെ എന്തെങ്കിലും തൊഴിലിന് പോവാതെ ജീവിക്കാനൊക്കത്തില്ല. ഇങ്ങനെ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ കർമ്മമൊക്കെ ചെയ്ത് അതുകൊണ്ട് ചിത്തശുദ്ധി വരണം. കർമ്മങ്ങൾ ചെയ്ത ചിത്തശുദ്ധി എന്താണ്? എല്ലാം നേരായ രീതിയിലാണ്, ഈശ്വരന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാവൂ കർമ്മങ്ങൾ. അനാവശ്യമായ അതിക്രമങ്ങളോ അധർമ്മങ്ങളോ ഒന്നും പാടില്ല. എല്ലാം ന്യായവും നല്ല സൽപ്രവർത്തികളും എല്ലാം ഈശ്വരന് ഇഷ്ടമായ രീതി നമ്മൾ എന്നും പഠിക്കുന്ന അതൊക്കെയാണല്ലോ. ഇന്ന് പറയാൻ ഇപ്പോൾ സമയം പോകും. അപ്പോൾ അങ്ങനെ വന്ന് ആ കർമ്മത്തിൽ കൂടി നമുക്ക് ചിത്തശുദ്ധി വരണം. ചിത്തശുദ്ധി അത്രമാത്രം മനസ്സ് എല്ലാ അഴുക്കും മാലിന്യങ്ങളെല്ലാം പോകാത്ത രീതിയിൽ ഒരു കർമ്മം ചെയ്ത് ചിത്തശുദ്ധി അശുദ്ധി ആക്കരുത്. ഉള്ളതിനെ ശുദ്ധി ആക്കുക ചെയ്യണം. പിന്നെ ഓരോ കർമ്മം ചെയ്ത് പാപം ഉണ്ടാക്കി വെക്കരുത്. ഉള്ളതിനെ കളയുക, ഉള്ള അശുദ്ധിയെ മാറ്റിയെടുക്കണം. നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തെങ്കിലേ ഹൃദയത്തിലെ അശുദ്ധി മാറിപ്പോകും. വീണ്ടും വീണ്ടും അശുദ്ധിയുള്ള കർമ്മങ്ങൾ ചെയ്താലോ പിന്നും കൂടി വരില്ല ഈ പാവം കർമ്മ മാലിന്യം. അതുകൊണ്ട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ അശുദ്ധി മാറി ശുദ്ധമാവും. അപ്പോൾ ചിത്തശുദ്ധി വന്ന് പിന്നെ സാഖ്യത്തിൽ പ്രവേശിപ്പാൻ ഇച്ഛിക്കുന്നവരായ കർമ്മയോഗികൾക്ക്, അതായത് ഈ ബ്രഹ്മത്തിൽ, സാഖ്യത്തിൽ വെച്ചാൽ ഈ ബ്രഹ്മത്തിൽ പ്രവേശിപ്പാൻ ഇച്ഛിക്കുന്നവരെ കർമ്മ. അപ്പം നമുക്ക് ആർക്കാണ് ആ പരബ്രഹ്മത്തിൽ ലയിക്കാനുള്ള ഇച്ഛ ഉള്ളത്? അങ്ങനെ ആയ കർമ്മയോഗികൾക്ക് നിഷ്കാമ കർമ്മം യാതൊന്നുകൊണ്ടാണ് അഭ്യുദയം പ്രാപിക്കപ്പെടുന്നത്, അത് യോഗം. അപ്പം നമ്മൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ നിഷ്കാമ കർമ്മങ്ങളെ പിന്നെ ചെയ്യത്തുള്ളൂ. ഒരു കാര്യവും ആഗ്രഹത്തിലല്ല ചെയ്യണം, എല്ലാം ഫലേച്ഛ കൂടാതെ ചെയ്യുക. അപ്പോഴാണ് എല്ലാം കൊണ്ടും അതിന് പാകപ്പെടുന്നത്. എന്തിനാ? ഈ സാഖ്യന്മാർ, അത് ബ്രഹ്മജ്ഞാനികളാവാൻ. അങ്ങനെ യാതൊന്നു കൊണ്ടാണ് അഭ്യുദയം പ്രാപിക്കപ്പെടുന്നത്, അത് യോഗം. കർമ്മം തന്നെ യോഗമായത് കർമ്മയോഗം. അപ്പം കർമ്മം തന്നെ യോഗം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നല്ല നല്ല രീതിയിൽ കർമ്മം ചെയ്താൽ അത് കർമ്മയോഗം. അതും ഈശ്വരന് ഇതുപോലെ എല്ലാ കാര്യങ്ങളും നിഷ്കാമകർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യുക, സത്യസന്ധമായി ചെയ്യുക, ഇതെല്ലാം ആണ് കർമ്മയോഗം. അപ്പോൾ അങ്ങനെ കർമ്മയോഗം തന്നെ യോഗമായത്. കർമ്മയോഗം അപ്രകാരമുള്ള കർമ്മയോഗം കൊണ്ടുള്ള നിഷ്ഠ, രണ്ട് വിധമായ നിഷ്ഠ സർവജ്ഞനായിരിക്കുന്നു എന്നാൽ പറയപ്പെട്ടു. അപ്പം നമുക്ക് കർമ്മയോഗം എന്ത് നല്ലതല്ലേ? ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇതുപോലെ ആയാൽ പോരെ? അപ്പം നമുക്ക് കർമ്മയോഗം നന്മയാണ്, രണ്ടും ഉണ്ടെങ്കിലല്ലേ യഥാർത്ഥം. ഇപ്പം ഞാൻ ധ്യാനിച്ചും കൊണ്ട് കർമ്മം ചെയ്യുന്നതെല്ലാം അനാവശ്യങ്ങളും അധർമ്മങ്ങളാണെങ്കിൽ നമുക്ക് ധ്യാനിച്ചിരുന്ന് യോഗിയാവാൻ പറ്റും. നല്ല നല്ല സൽക്കർമ്മങ്ങൾ കർമ്മം നന്നായി അനുഷ്ഠിച്ചെങ്കിലല്ലേ എന്ത് നിസ്സാര കർമ്മങ്ങളായാലും നമുക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചു കർമ്മങ്ങളായാലും നമുക്ക് ഒന്നും വലുതായിട്ട് കാണത്തില്ല. ചിലർക്ക് വീട്ടമ്മമാർക്ക് എന്താ വലിയ കർമ്മങ്ങൾ, ഉള്ള കർമ്മങ്ങൾ സത്യസന്ധവും അതിനകത്തൂടെ ഈശ്വരാരാധനയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കർമ്മം. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കണമെങ്കിൽ അതൊരു പൂജയായി ചെയ്തുകൂടെ? ആ ഒരു നല്ലൊരു കർമ്മം ആയിക്കോട്ടെ. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. ഭഗവാനെ ഈശ്വര എന്ന് പറഞ്ഞൊരു പാത്രം എടുക്കുക, ഭഗവാൻ എന്ന് പറയുന്ന അടുപ്പ് കത്തിക്കുക, ഈശ്വര എന്ന് പറയുന്ന വെള്ളം തിളപ്പിച്ച് അതിൽ വേണമെങ്കിൽ അല്പം തേയിലപ്പൊടിയോ അല്ലെങ്കിൽ കടിഞ്ച് എന്തെങ്കിലും കുടിക്കുന്ന വെള്ളമോ എന്തോ ആയിക്കോട്ടെ, അത് ചെയ്യുമ്പോഴും അതിൽ ഈശ്വരാർപ്പണമായി ആ കർമ്മം നല്ലതായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത് എന്ത് കർമ്മമായാലും സൽപ്രവൃത്തിയായിരിക്കണം. അല്ലെങ്കിൽ ഒരു കാപട്യം ഇല്ലാതെ ഇന്നത് ഞാൻ തിളപ്പിച്ച് ഇന്നത് കൊടുക്കാനാ, അവർക്ക് ഞാൻ അത് ഞാൻ കൊടുക്കും എന്നുള്ള ചിന്ത വന്നാൽ അവിടെ അതൊരു ഇതായിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഒരാൾക്ക് കൊടുക്കുന്നതിനും അതും എന്താ പറയുക, ഫലേച്ഛ കൂടാൻ നമ്മുടെ സന്മനസ്സോടുകൂടി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയ്യോ എനിക്ക് ഇടാനൊന്നും വയ്യ, അങ്ങനെ മനം പ്രായിക്കൊണ്ടൊരു വീട്ടിലെ ജോലി ചെയ്തുകൂടാ. എപ്പോഴും അതിനും വേണ്ടതും അത് എന്ത് ചെയ്യുമ്പോഴും ഭഗവാനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്വരിൽ പ്രകാശം ഉണ്ടാവും, നല്ല തെളിച്ചം ഉണ്ടാവും, വിളങ്ങും. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നല്ലതായിട്ട് ചെയ്യണം അതെന്നുള്ള ചിന്ത വരും. നമ്മൾ ആ തിളപ്പിക്കുന്ന വെള്ളത്തിന് സ്വാദ് വരും. കാരണം ഭഗവാനിൽ അർപ്പിച്ച് നല്ല കൃപയോടുകൂടിയൊക്കെ ആ ഒരു ജോലി ചെയ്യുന്നത്. അവിടെയും നമുക്ക് നന്മയാണ് നടക്കുന്നത്. അതിൽ കൂടെ നമുക്ക് ഒരുപാട് യോഗയാവി തീരാം, ഈശ്വരങ്ങളിൽ ചേരാം. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ സമയം പാഴിക്കളയാതെ നഷ്ടപ്പെടുത്തി കളയാതെ അതും പൂജയായി അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് അതും ധ്യാനത്തോട് ചെയ്യ്. അപ്പം നമുക്ക് അല്പസമയം പോലും ഈശ്വരാരാധന ഇല്ലാതിരിക്കത്തില്ല. ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ചില
കാര്യങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് നേരം അതിലോട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് അയ്യോ ഭഗവാനെ എന്നിപ്പോൾ നമ്മൾ ചിന്തിച്ച് പിന്നെ അങ്ങനെ ആകാലം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ അതിൽ വേണ്ടി വരും. ചില വിഭവ സമൃദ്ധമായ ആർക്കെങ്കിലും ഇപ്പോൾ ആഹാരങ്ങൾ കൊടുക്കണം, നമ്മൾ എപ്പോഴും ഭഗവാൻ പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഉപ്പ് കൂടിപ്പോവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതല്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണം, ഇത് ഇന്നതിനാണ് ഞാൻ ഇന്നത് ചെയ്ത് അവർക്ക് നന്നായി എനിക്ക് നന്മ കിട്ടാനും നല്ലൊരു അഭിപ്രായം കേൾക്കാനെന്നുള്ള രീതിയിലൊന്നും ഒരു ആഹാരം പാകം ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് എങ്ങനെയാണ് പഠിച്ചത്, കൃത്യനിഷ്ഠയായിട്ട് നല്ല രുചികരമായിട്ട് ചെയ്യാം, അതുപോലെ ചെയ്യുക. ഇന്നാർക്ക് ഇന്നതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കും, അതോ അവരുടെ നല്ലതൊക്കെ കേൾക്കണം എന്നൊരു അതാണ് ഫലം ആഗ്രഹിക്കുക, അത് പാടില്ല. അതുപോലെ അത് ഇപ്പം സദ്യ ഒരാൾക്ക് വിളമ്പി കൊടുത്തിട്ട് പൈസയ്ക്കാണെങ്കിലും എനിക്ക് എന്ത് നല്ലതായിട്ട് വെച്ചിട്ട് എനിക്ക് ഇത്ര രൂപ ചോദിച്ചിട്ടില്ല ഒരു പൊതി കൊടുത്ത് അങ്ങനെ ആഗ്രഹം പാടില്ലെന്നാ. കർമ്മങ്ങൾ നമുക്ക് ചെയ്യാം, നമുക്ക് നല്ല സത്യസന്ധമായി നല്ല രുചികരമായി ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഞാൻ 150 രൂപയ്ക്ക് ഒരു പൊതി വാങ്ങിക്കാം, അല്ലെങ്കിൽ 100 രൂപയുടെ പൊതി ഇത്രയോടെ കൊടുത്താൽ രുചികരമായി എടുത്താൽ നമുക്ക് ഇത്രയോടെ കിട്ടും, അങ്ങനെയുള്ള അത്യാഗ്രഹത്തിനാണ് പറയുക. ആഗ്രഹം പാടില്ല. നിഷ്കാമ കർമ്മം എന്ന് പറയുന്നതും ഫലേച്ഛ എന്ന് പറയുന്നത് ഇല്ലാന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അർഹതപ്പെട്ടതാകാം. ആഗ്രഹം ഇത്ര കിട്ടും എന്നുള്ള ആഗ്രഹം പാടില്ല. ചിലപ്പോൾ നടന്നില്ലെങ്കിൽ ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പിന്നെ അതൊരു തെറ്റല്ലേ, അത് അവിടെ കിടക്കത്തില്ല കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഒന്നും ആഗ്രഹിക്കരുതെന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് നിന്ന നിലയിൽ അറ്റാക്ക് വന്ന് അപ്പോൾ വീണ് മരിക്കുന്നത്, നമ്മൾ തലേന്ന് കുറേ ആഗ്രഹിച്ച് വെച്ചേക്കുക, അയ്യോ എനിക്ക് ഇന്നത് കുറേ ആഗ്രഹം, അപ്പം മരണസമയത്തൊന്നും അറിഞ്ഞതുമില്ല പോയത്. അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം അവിടെ കിടന്നിട്ട് മറ്റെല്ലാം തീർന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കർമ്മത്തിന് വേണ്ടി ഒരു ജന്മം ജനിക്കേണ്ടി വരും. അപ്പോൾ അത്രയും കർമ്മത്തിന് വേണ്ടി മാത്രമായിട്ട് അതാ ചില കുട്ടികൾ ജനിച്ച ഉടനെ മരിക്കുന്നത്, കുറച്ച് കർമ്മമേ കാണും. അതിനുവേണ്ടി ജനിച്ചിട്ട് 10 വയസ്സാകുമ്പോൾ കുട്ടി മരിക്കുന്നു. എന്താ കാരണം, അതിൻ്റെ കർമ്മം തീർന്നു. അതുകൊണ്ട് എത്രയും കർമ്മങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക, എത്രയും കർമ്മം ചെയ്ത് തീർത്തിട്ട് പോകാൻ ശ്രമിക്കുക. അതുകൊണ്ട് എല്ലാം ആഗ്രഹിക്കാതെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുക എന്ന് പറയുന്നത്. ചില കുട്ടികളെല്ലാം ഇങ്ങനെ പകുതി വയസ്സാകുമ്പോഴേ അപ്പം നമുക്ക് ജീവിച്ചിരുന്നത് എന്ത് സങ്കടമാണ്, ഒരു കുട്ടി ജനിച്ച് ഉടനെ മരിക്കുക. ഇന്ന് കേൾക്കുന്ന മൊത്തം അങ്ങനെയാണ്. ഇതൊക്കെ ഓരോ കർമ്മദോഷങ്ങളാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അറിവില്ലത്തിന് അറിയുന്നില്ല. ഇതൊക്കെ അറിയാവുന്നവർക്ക് അറിയാം, ഇതിനൊക്കെ കർമ്മങ്ങൾ വെറുതെ അല്ല, ആ കർമ്മത്തിൻ്റെ വാസനകളാണ് ഈ വരുന്നതെന്ന് ഇതുപോലെ അറിയുന്നവർക്കൊക്കെ അറിയാം സംഗതി. അതുകൊണ്ട് ഇങ്ങനെയുള്ളത് വിഷമിക്കത്തില്ല. അവർ കഴിഞ്ഞ ജന്മം എവിടെയോ ആയിരുന്നു, അതിന് ബാക്കി തീർക്കാൻ വന്നാണ്. ഈ അറിവുള്ള ജ്ഞാനികൾ മനസ്സിലാക്കി അതിൽ സമാധാനം കണ്ടെത്തും. അറിവില്ലാത്തവർ കടന്ന് നിലവിളിച്ച് ഒരിക്കലും തീരാത്ത ദുഃഖമായി തീരും. അതുകൊണ്ടാണ് ഇതൊക്കെ ജ്ഞാനം നേടണമെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നേടി എടുക്കുന്നവർക്ക് ദുഃഖവും ഇല്ല സന്തോഷവും ഇല്ല. ഒരു കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നുമില്ല, ഒരു കുട്ടി മരിച്ചെന്ന് പറഞ്ഞ് ദുഃഖിക്കുന്നുമില്ല. രണ്ടിലും സമഭാവന. അതാവുമ്പോഴാണ്, ഇതായി തീരുമ്പോഴാണ്. അതുവരെ നമ്മൾ ഇതുപോലെ സാധാരണക്കാരെ കണക്ക് നിലവിളിച്ചുകൊണ്ടിരിക്കും. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇനിയില്ലാതെ കുറേ എന്തോ പറയുക മുട്ടായിയും എന്തൊക്കെ കൊടുക്കുമല്ലോ, മധുരം, അങ്ങനെയൊക്കെ എല്ലാവരെയും വിളിച്ച് ആഘോഷം അങ്ങ് നടത്തും. പിറ്റേന്ന് ആ കുട്ടി മരിക്കുമ്പോൾ ഈ ആഘോഷം അത്ര എടുക്കുമ്പോൾ എന്തെങ്കിലും വന്നു പോയാലോ അതുപോലുള്ള ദുഃഖവും വരും. അതുകൊണ്ട് അതിൽ സന്തോഷിക്കാൻ വേണ്ട. ഒരു കുട്ടി സാധാരണ ലോകത്ത് എത്രയോ കുട്ടികൾ ജനിക്കുന്നു, അതുപോലെ കണ്ടാൽ മതി. ഈ മൃഗങ്ങളൊക്കെ ജനിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നു. ഈ അറിവില്ലാത്ത മനുഷ്യരുടെ കുട്ടികളും മൃഗങ്ങൾ തന്നെയാണ്. അറിവ് നേടുമ്പോഴാണ് മനുഷ്യനാവുന്നത്, അതുവരെ മനുഷ്യനല്ലല്ലോ. ഒരു മനുഷ്യനായി തീരുമ്പോഴല്ലയോ. അതുവരെ നമ്മൾ ഒന്നിലും സന്തോഷിക്കാൻ വേണ്ട, കൂടുതൽ സന്തോഷിച്ചാൽ കൂടുതൽ ദുഃഖിക്കേണ്ടി വരും. അപ്പം ദുഃഖം അതിനേക്കാൾ ഏറി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിലൊന്നും വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. ഇതൊക്കെ ലോക നിയമങ്ങൾ, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചക്രം കറങ്ങുന്നത് പോലെ ഇതിങ്ങനെ കറങ്ങി ജനന മരണം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി ചിന്തിച്ചാൽ അതിനെ സമയം കാണും. ഇതൊക്കെ അറിയണമെങ്കിൽ അറിവ് നേടുമ്പോൾ ഇതെല്ലാം നിസ്സാരമെന്ന് തോന്നും. അപ്പം നമുക്ക് മനസ്സിലാവും, ഇതൊന്നും വലിയ അർത്ഥമുള്ള കാര്യമല്ല. ഇന്ന് ജനിച്ച് നാളെ മരിക്കുന്നു. അത് ഇങ്ങനെ എല്ലാ ആണ്ടിലും മരം പൂക്കുന്നു, കായ്ക്കുന്നു, മാങ്ങ പിടിക്കുന്നു, അതങ്ങ് അടുത്ത വർഷം അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ ഉള്ളതല്ല. അങ്ങനെ കാണാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവത്തില്ല. അപ്പം ദുഃഖത്തിലും സുഖത്തിലും സന്തോഷിക്കേണ്ട. സുഖത്തിൽ സന്തോഷിച്ചാൽ ദുഃഖത്തിൽ ദുഃഖിക്കേണ്ടി വരും. രണ്ടും ഒരുപോലെ അങ്ങ് പോകണം എല്ലാവർക്കും. അപ്പം നമുക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും. ഇന്ന് മക്കളെ ഭാഗവതം നാളെ ഇടാം. ഇന്ന് ഇതും ഭജന ഇടാം. ഇത് ഭഗവാന്റെ കഥയല്ലയോ, എല്ലാം കൂടെ ഇന്നിനി നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ഇത് തന്നെ വായിക്കട്ടെ. ഹരിവും ഹരിവും ഹരിവും.